ഈ ചാനൽ കാണുന്ന നിങ്ങളെ ഏവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് മടങ്ങി വരും. അവൻ നമ്മളെ ചേർക്കുവാൻ പിന്നെയും വരും. മാളികമുറിയിലെ പ്രഭാഷണത്തിൽ കർത്താവ് വാഗ്ദത്തങ്ങളാൽ ശിഷ്യന്മാരെ ഇപ്രകാരം ഉറപ്പിച്ചു: ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 3-ാം വാക്യം. ഞാൻ പോകുകയും നിങ്ങളുടെ അടുക്കിലേക്ക് മടങ്ങി വരികയും ചെയ്യും. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 28-ാം വാക്യം. ഈ വാഗ്ദത്തങ്ങൾ കർത്താവിൻ്റെ മധ്യാകാശ വരവിനെ സൂചിപ്പിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തിയിൽ പറയുന്ന വീണ്ടും വരവും ഈ വരവും തമ്മിൽ വലിയ അന്തരമുണ്ട്. ഇത് രണ്ടും രണ്ട് പ്രത്യേക വിഷയങ്ങളാണ്. അപ്പോസ്തല പ്രവൃത്തി 1:11 പറയുന്ന വരവ് ഭൂമിയിലേക്കുള്ള വരവും യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നത് മധ്യാകാശത്തിലേക്കുള്ളതുമാണ്. പിന്നെയും വന്നു നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരും എന്ന പ്രയോഗം ഭൂമിയിലേക്കുള്ള വരവിനെ കുറിച്ചല്ല. കാരണം ശിഷ്യന്മാർ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോഴാണ് ഈ വാഗ്ദാനം നൽകിയത്. എന്നാൽ ശിഷ്യന്മാർ ഇന്ന് ഭൂമിയിലില്ല. അവർ നിദ്ര പ്രാപിച്ചു. അവരുടെ ആത്മാക്കൾ സ്വർഗീയ പർദീസയിൽ വിശ്രമിക്കുന്നു. അവർ മാത്രമല്ല, മരിച്ച സകല വിശുദ്ധന്മാരുടെയും ആത്മാക്കൾ സ്വർഗീയ പർദീസയിലായതിനാൽ അവരെ ചേർക്കുവാൻ ഈ ഭൂമിയിലേക്ക് വരേണ്ടുന്ന കാര്യമില്ല. കർത്താവിൻ്റെ വരവിങ്കൽ ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാരും രൂപാന്തര പ്രക്രിയയിൽ കൂടി മധ്യാകാശത്തിലേക്ക് എടുക്കപ്പെടും. ഈ വാഗ്ദാനം കർത്താവിൻ്റെ മധ്യാകാശ വരവിങ്കൽ നിവർത്തിക്കപ്പെടും. മടങ്ങി വരും എന്ന വാഗ്ദാനം സഹസ്രാബ്ദ വാഴ്ചയിൽ നിവർത്തിക്കപ്പെടും. മോശ പ്രാർത്ഥിക്കുന്നു: യഹോവേ, മടങ്ങി വരണമേ. സങ്കീർത്തനം 90:13. ദൈവം ഒരിക്കൽ സീനായി മലയിലേക്ക് ഇറങ്ങി വന്നു മോശയ്ക്ക് പ്രത്യക്ഷനായി. മോശ ദൈവത്തോട് കൂടെ 40 ദിവസം വസിച്ചു. ആ ദിവസത്തെ സ്മരിച്ചുകൊണ്ട് വീണ്ടും വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മോശയുടെ ഈ പ്രാർത്ഥന സഹസ്രാബ്ദത്തിൽ നിറവേറും. രണ്ടാമതും പ്രത്യക്ഷനാകും എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ പ്രത്യക്ഷത സർവ്വലോകത്തിൻ്റെയും പാപപരിഹാരത്തിനായി മനുഷ്യ വേഷമെടുത്തു ബേത്ലഹേമിൽ ഭൂജാതനായതാണ്. കാൽവറിയിലെ പരമയാഗത്താൽ മനുഷ്യവർഗത്തിന് പാപപരിഹാരം വരുത്തി സ്വർഗോന്നതങ്ങളിലേക്ക് കയറി തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ വീണ്ടും പ്രത്യക്ഷനാകും. എബ്രായർക്കെഴുതിയ ലേഖനം 9-ാം അധ്യായം 28-ാം വാക്യം. ഇത് ഭൂമിയിലുള്ള പ്രത്യക്ഷതയല്ല. മധ്യാകാശത്തിൽ മണവാട്ടിയായ സഭയെ ചേർക്കുവാൻ ആത്മമണവാളനായി വരുന്നതാണ്. അന്നാളിൽ അവൻ്റെ കാൽ യെരുശലേമിനെതിരെ ഒലിവുമലയിൽ നിൽക്കും. ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായി നടുവേ പിളർന്നു പോകും. ഏറ്റവും വലിയൊരു താഴ്വര ഉളവായി വരും. മലയുടെ ഒരു പാതി വടക്കോട്ടും മറ്റേ പാതി തെക്കോട്ടും വാങ്ങിപ്പോകും. സെഖര്യാ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായം 4-ാം വാക്യം. ഈ താഴ്വരയുടെ പേര് യഹോശാഫാത്ത് താഴ്വര. ഞാൻ യഹൂദയുടെയും യെരുശലേമിൻ്റെ സ്ഥിതി മാറ്റുവാനുള്ള നാളുകളിലും കാലത്തിലും ഞാൻ സകല ജാതികളെയും കൂട്ടി യഹോശാഫാത്ത് താഴ്വരയിൽ ചെല്ലുമാറാക്കും. എൻ്റെ ജനം നിമിത്തവും എൻ്റെ അവകാശമായ ഇസ്രായേൽ നിമിത്തവും അവരോട് വ്യവഹരിക്കും. യോവേലിൻ്റെ പുസ്തകം 3-ാം അധ്യായം 1-2 വാക്യങ്ങൾ. ജാതികൾ ഉണർന്ന് യഹോശാഫാത്ത് താഴ്വരയിലേക്ക് പുറപ്പെടട്ടെ. അവിടെ ഞാൻ ചുറ്റുമുള്ള സകല ജാതികളെയും ന്യായം വിധിക്കേണ്ടതിന് ഇരിക്കും. യോവേൽ 3:12. പുനരാഗമനം വീണ്ടും വരും എന്നതുപോലെ വരും. ഉൽപ്രാവണത്തിൽ വിശുദ്ധന്മാർ മധ്യാകാശത്തിലേക്ക് എടുക്കപ്പെടും. പുനരാഗമനം പുത്രന്റെ മഹത്വ പ്രത്യക്ഷതയാകുന്നു. ക്രിസ്തു മധ്യാകാശത്തിൽ വരുന്നത് തൻ്റെ മണവാട്ടിയെ സ്വീകരിക്കുവാനാണ്. പുനരാഗമനത്തിൽ ക്രിസ്തു തൻ്റെ മണവാട്ടിയുമായി ഭൂമിയിൽ ഇറങ്ങി വരും. മധ്യാകാശ വരവ് സഭയുമായി ബന്ധപ്പെട്ടതാണ്. പുനരാഗമനം ഇസ്രായേലിനോടും ലോകത്തോടും ബന്ധപ്പെട്ടതാണ്. രൂപാന്തരം ഒരു മർമ്മമായിരുന്നു. പുനരാഗമനം പുതിയ നിയമത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. പുനരുദ്ധാനവും രൂപാന്തരവും നിത്യതയിലേക്കുള്ള പ്രവേശനമാണ്. പുനരാഗമനം ന്യായവിധിയുടെ കരിങ്കൊടി ഉയർത്തുകയാണ്. ഉൽപ്രാവണത്തിൽ വിശ്വാസികൾക്ക് പ്രതിഫലങ്ങളും കിരീടങ്ങളും ലഭിക്കും. പുനരാഗമനത്തിൽ ജാതികളുടെ ന്യായവിധി നടക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.